പിന്നെ പാകിസ്ഥാൻ, അയ്യോ വണ്ടർഫുൾ പ്ലെയർ. എല്ലാ പൊസിഷനിലും കളിക്കാൻ, ഫോർവേഡായിട്ട് വേണമെങ്കിൽ ഫോർവേഡായിട്ട് കളിക്കും, മിഡ്ഫീൽഡിൽ കളിക്കും, ബാക്കായിട്ട് കളിക്കും, ഗോളിയായിട്ട് നിൽക്കും. ഗോളിയായിട്ട് നിന്നുകൊണ്ട് വേണമെങ്കിൽ ഗോളും അടിക്കും അപ്പുറത്ത് പോയി. അമ്മാതിരി നയതന്ത്ര ബന്ധങ്ങളും കഴിവ് കേടുകളും ഉള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനും കൂടിയിരിക്കുകയാണ്. പാകിസ്ഥാൻ എവിടെ നിൽക്കുന്നതെന്ന് പാകിസ്ഥാൻ തന്നെ അടിച്ചു നോക്കണം. വേറെ ലൊക്കേഷൻ എവിടെ, ഞാൻ ഇറാന്റെ കൂടെയാണോ അതോ സൗദിയുടെ കൂടെയാണോ എന്ന് അവർക്ക് തന്നെ അടിച്ചു കൊടുക്കേണ്ട അവസ്ഥയാണ് പാകിസ്ഥാൻ. അസർബൈജാൻ എവിടെ കിടക്കുന്നു? തുർക്കിയ ഇവിടെ കിടക്കുന്നു. പിന്നെ ബാക്കി GCC, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ, UAE, സൗദി അറേബ്യ എല്ലാം കൂടെ 12 രാജ്യങ്ങൾ കണ്ടം ചെയ്തിരിക്കുകയാണ്. ഇറാനെ കണ്ടം ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇറാനെ ആക്രമിക്കുന്നില്ല. പക്ഷേ ഈ കാണിക്കുന്നത് ഡാഷ് പരിപാടിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ ഈ ആക്രമണത്തിന് ശേഷം ഇറാൻ എന്താണ് ചെയ്തത്? അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇറാൻ ചെയ്തത്, ഞങ്ങളുടെ ഗ്യാസ് ഫീൽഡ് ഇസ്രായേൽ അടിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഞങ്ങൾ ഈ ഗൾഫ് മേഖലയിലുള്ള മറ്റ് രാജ്യങ്ങളുടെ ഗ്യാസ് റിലേറ്റഡ്, ഊർജ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസിന് അടിക്കും. അത് അടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വിടും, ഏതെങ്കിലും കുറേ എണ്ണം അവിടെ ഇവിടെയൊക്കെ ചെന്ന് വീഴും. ഇനി അതവർ ഇൻ്റർസെപ്റ്റ് ചെയ്തതിൻ്റെ ബാക്കി ഡെബ്രി വീഴും. എങ്ങനെയെങ്കിലും ഞങ്ങൾ ചെയ്യും. ഇതാണ് അവർ ശ്രമിച്ചത്. അവർക്ക് ഹിറ്റ് കിട്ടിയിട്ടുണ്ട്. കുവൈറ്റിലും കിട്ടി, അവർക്ക് ഖത്തറിലും കിട്ടി, സൗദി അറേബ്യയിലും കിട്ടി. പക്ഷെ സൗദി അറേബ്യയിൽ വന്നതെല്ലാം ഇൻ്റർസെപ്റ്റ് ചെയ്ത സാധനങ്ങൾ വീണ് കിട്ടുന്നുണ്ട്. 3 കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടാണ് ഇസ്രായേലിലെ ഹൈഫയിൽ ഈ ഒരു ഡെബ്രി വീണ് ഉള്ള സ്ഫോടനം എന്ന് പറയും. അപ്പം ഇവർ ഈ 4 ഹിറ്റ്, 1, 2, 3, 4 രാജ്യങ്ങളിൽ അവർ ഹിറ്റ് ചെയ്യുന്നാൽ ബൈ ആക്സിഡന്റ് ആയിക്കോട്ടെ, ഡെബ്രി ആയിക്കോട്ടെ, എന്തായാലും ഇറാൻ ദേ വാണ്ടഡ് ടു ഹിറ്റ് ആൻഡ് ദേ ഹാഡ് ഹിറ്റ്സ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഹിറ്റ്സ് എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പണ്ട് തോമസ് പാല മംഗളമാണോ ഏതോ ഒരു വാരികയിൽ ഒരു കഥ സ്ഥിരമായിട്ട് പുള്ളി എഴുതാറുണ്ട്, ഈ നർമ്മകഥകൾ എന്ന് പറഞ്ഞു. ഈ നർമ്മകഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം അയാൾ പുള്ളിയെ ഉണ്ടാക്കുന്നതായിരിക്കും, ചിലപ്പോൾ കണ്ടതായിരിക്കും, കേട്ടതായിരിക്കും, അല്ലേ, എല്ലാം ഇമാജിനറി സാധനമാണ്. അതായത് ഒരു വല്യപ്പൻ KSRTC ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ വല്യപ്പനും കണ്ടക്ടറുമായിട്ട് ഒരു ഉടക്കുണ്ടായി. അതായത് വല്യപ്പൻ പറഞ്ഞു, ഇവിടെ എനിക്ക് ഇറങ്ങണം, എനിക്ക് ഇത് നടന്നു പോകാൻ പറ്റില്ല. അന്നേരം കണ്ടക്ടർ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിന് മുന്നിൽ ഇറക്കാനല്ല ഈ വണ്ടി ഓടിക്കുന്നത് എന്നൊക്കെയുള്ള ടിപ്പിക്കൽ KSRTC ലാംഗ്വേജിൽ പുള്ളി സംസാരിച്ചു. അവസാനം തമ്മിൽ ഇറക്കണം എന്ന് പറഞ്ഞിട്ട് ഇറക്കിയില്ല. അവസാനം എല്ലാവരോടും പറഞ്ഞു, പാവം പിടിച്ച മനുഷ്യല്ലേ, നിങ്ങൾ ഇറക്കിക്കൂട് എന്നൊക്കെ പറഞ്ഞു. അതൊന്നുമല്ല, എനിക്ക് നിയമം പാലിക്കണം എന്നൊക്കെ പറഞ്ഞു, അല്ലെ കാറിൽ യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് കണ്ടക്ടറും തുടങ്ങി. അവസാനം കണ്ടക്ടർ എല്ലാവരും പറഞ്ഞ്, ആരൊക്കെയോ പറഞ്ഞ് ബെല്ലടിച്ച് എന്ത് ചെയ്തു, ഈ പുള്ളിക്ക് ഇറങ്ങേണ്ടുന്നതിലും ഒരുപാട് മുന്നിലുള്ള സ്ഥലത്ത് ഇറക്കിയപ്പോൾ എന്ത് ചെയ്തു, ഇയാൾക്ക് ഭയങ്കര ദേഷ്യം കണ്ടക്ടറോട്, എന്തു പറയണമെന്നറിയില്ല. അതുകൊണ്ട് അയാൾ അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റൈൽസ് ഉയർത്തി കാണിച്ചു എന്നാണ് ഈ കഥാകാരൻ പറയുന്നത്. അപ്പം ഈ കണ്ടക്ടർ എന്താണ്, പാൻസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ഈ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു വലിയൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ക്രൈസിസ് ആണ്. പുള്ളി എന്ത് ചെയ്തു, തൊട്ടടുത്ത് നിന്ന ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പുള്ളി മുണ്ടാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ട് പുള്ളിയുടെ മേളിൽ കൈവച്ചു എന്നാണ് കഥ. ഈ സമാനമായ സാധനമാണ് ഇവിടെ ഇപ്പം ഇറാനും ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ഇതിലുണ്ടായിട്ടുള്ളത്. ഇസ്രായേൽ വന്ന് അടിച്ചിട്ട് പോയി. അതുകൊണ്ട് കുവൈറ്റിൻ്റെയും ഖത്തറിൻ്റെയും സൗദിയുടെയും ഒക്കെ ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സിലേക്ക് ഇറാൻ ഇത് വിടുകയാണ്. അവരെന്താണ് ചെയ്തത്? കാരണം ഇറാൻ്റെ ലോജിക്ക് എന്താണ്? ഇറാൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ താവളങ്ങളെ ആക്രമിക്കുന്നു. സൗദിയുടെ ഓയിൽ റിഫൈനറിയാണോ അമേരിക്കൻ താവളം? അപ്പോൾ ഇനി നാളെ മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിൻ്റെ അളിയനാണെന്ന് വേണമെങ്കിൽ പറയുമല്ലോ. എന്തെങ്കിലും ഒരു തൊടുന്യായമല്ല, ചെന്നായ ന്യായം. നീ അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛൻ എന്ന് പറയുന്നത്, വെള്ളം കലക്കിയത് നീ അല്ലെങ്കിൽ നിന്റെ മുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ചെന്നായ ന്യായമാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഇസ്രായേലാണ് വന്ന് അടിച്ചത്, നീ പോയി ഇസ്രായേലിൽ പോയി അടി. അത് അവിടം വരെ എത്തത്തില്ലെങ്കിലും കുറേ അങ്ങ് വിട്. അല്ല 2-3 വെച്ചൊക്കെയാണ്. ഇപ്പം ബാലിസ്റ്റിക് മിസൈൽ വിടാൻ തന്നെ എണ്ണം വളരെ 10-ൽ കൂടുതൽ മിസൈലുകൾ വിട്ട കാലം ഇറാൻ മറന്നു കഴിഞ്ഞു. അത്രയും പറ്റുന്നില്ല. ഇതെല്ലാം കൂടെ എടുത്ത് പുറത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ വിക്ഷേപിക്കുമ്പോഴത്തേക്ക് വിക്ഷേപിക്കുന്നവരും വിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാം തന്നെ അടുത്ത പാരലൽ വേൾഡിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പം അതുകൊണ്ട് ഇവർക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്.
പക്ഷേ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതാണ്. പണ്ട് എയർപോർട്ടുകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ആക്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെന്തോ പറഞ്ഞുകൊണ്ടിരുന്ന അർഗാച്ചി, അത് ഈ അപ്പാർട്ട്മെൻറ്റിലൊക്കെ US സൈനിക ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി ആരുടെ പരിചയമാണ്? ഇറാൻ IRGCയുടെ കമാൻഡർമാർ പുറത്ത് ടെൻ്റ് അടിച്ച് കിടന്ന് ഇപ്പോൾ തീർന്ന കഥയൊക്കെ. അപ്പോൾ അവർ പുറത്തിറങ്ങിയിട്ട് വന്ന് ഈ ഹോട്ടലിൽ വന്ന് താമസിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഹോട്ടൽ അടിച്ചത്. സംഗതി ഒന്നുമില്ല, ഇങ്ങനെ കുറേ വിട്ടു, ഏതോ ഒരു അമ്പരചുംബിയായിട്ടുള്ള ഹോട്ടലുകളിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് വീഴുന്നു. എയർപോർട്ടിൽ അമേരിക്കക്കാർ പോകാനായിട്ട് ഒളിച്ചു നിൽക്കുകയായിരിക്കും, അതുകൊണ്ടായിരിക്കും എയർപോർട്ടിൽ അടിച്ചത്. അമേരിക്കൻ ബേസിൽ അടിക്കുക വെച്ചാൽ അമേരിക്കൻ ബേസിൽ സാധനം വീണു എന്നെങ്കിൽ അമേരിക്കൻ ബേസിൽ അടിച്ചു എന്ന് പറയും. അല്ലാതെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ അടിച്ചിട്ട് അമേരിക്കൻ ബേസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തേജനം ഉണ്ടാവാനായിട്ട് അത് ഈ മതം വിഴുങ്ങി നടക്കുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ അതിന് ഡസൻറ്റ് മീൻ എനിത്തിങ്, ഡസൻറ്റ് ഹാവ് നെസസറി ലോജിക് ഏതിനകത്തും ഉണ്ടാവണമല്ലോ. അത് ഒരു സാമാന്യ യുക്തി അതിനകത്തില്ല, എസെൻഷ്യലായിട്ടുള്ള ഒരു ലോജിക് അതിനകത്തില്ല. അങ്ങനെ തന്നെ സ്വയം വെളിവാക്കപ്പെട്ട ഇറാനാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കുന്നത്? ഈ രാജ്യങ്ങളുടെ എണ്ണ റിഫൈനറികളിലേക്കും എണ്ണ ഡിപ്പോകളിലേക്കും ഗ്യാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടറികളിലേക്കും പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിലേക്കും ഡ്രോണുകളും മിസൈലുകളും വിടുക. ഇതും അമേരിക്കക്കെതിരെയാണോ? ഇതും ഇസ്രയേലിനെതിരെയാണോ? അങ്ങനെയാണെങ്കിൽ കൊള്ളാമല്ലേ? അല്ലെ, അതിൻ്റെ ലോജിക്ക് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ ഇറാൻ ചെയ്തിരിക്കുന്നത് ഫ്രസ്ട്രേറ്റഡ്, ഡെസ്പറേറ്റഡ്, എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ നശിച്ചാൽ നിന്റെ എല്ലാം നശിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. ഇതിന് കൈയടിക്കുന്ന ആളുണ്ടാവും. ഇറാൻ അവിടെ ഇവിടെ എല്ലാം അടിച്ചു എന്ന് നമ്മുടെ മലയാളം പത്രങ്ങളൊക്കെ അടിക്കുന്ന അവിടെ ഇവിടെ എല്ലാം ഇറാൻ അടിച്ചു. ഇറാൻ എന്താണ് ചെയ്തത്? ഇന്നലെ സൗദിയിലെ വിദേശകാര്യമന്ത്രി എന്ന് പറയാം, പുള്ളി ഇരുന്ന് പറയുന്നുണ്ട്, ഈ റമദാൻ മാസത്തിൽ തന്നെ ഒരു സഹോദര മുസ്ലിം രാജ്യം ഇങ്ങനെ ചെയ്തല്ലോ. റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹോദര മുസ്ലിം രാജ്യങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സമയമാണെന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. അദ്ദേഹത്തിന് അത് ഓർമ്മയില്ലാത്തതുകൊണ്ടായിരിക്കും. എനിവേ, അങ്ങനെയാണ് അവരിപ്പോൾ പരിതപിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദര മുസ്ലിം രാജ്യം. ഈ മനുഷ്യനെ ഒന്നായി കാണാൻ കഴിയാത്ത ഒരു പ്രശ്നം അവിടെ ഈ പ്രസ്താവനയിൽ പോലും ഉണ്ട്. എന്നിരുന്നാലും പോട്ടെ. എന്നാൽ ഈ രാജ്യങ്ങളെയൊക്കെ എങ്ങനെ ആക്രമിക്കുന്നു ഇവർ അടങ്ങി. അപ്പോൾ ഓരോരുത്തർ പറയുകയാണ് അവർ ഹെൽപ്ലെസ് ആണ്, അവർ അമേരിക്കയ്ക്കാണ് സെക്യൂരിറ്റി മുഴുവൻ കൊടുത്തിരുന്നത്, പക്ഷെ അവർക്ക് ഇങ്ങനെ. ഞാൻ ഒരു കാര്യം കൂടെയാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അമേരിക്കയ്ക്ക് സെക്യൂരിറ്റി കൊടുത്തിരുന്നില്ലെങ്കിൽ, ഇതാണ് ഇറാനെങ്കിൽ, വാട്ട് ദേ ആർ ഡൂയിങ് നൗ എന്ന് എൻ്റെ ഈ ഇന്നത്തെ ലൈവിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടല്ലോ, ആ പോസ്റ്ററിനകത്ത് വാട്ട് ദേ ആർ ഡൂയിങ് നൗ എന്നുള്ള നൗ ഞാൻ ചുവപ്പിലാക്കിയിട്ടുണ്ട്. കാര്യം ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചുകൊണ്ട് നെതന്യാഹു ഇന്നലത്തെ പ്രസ് മീറ്റിൽ ഇൻ്റർനാഷണൽ ഓഡിയൻസിന് വേണ്ടി കൂടിയുള്ള ആ പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി, നിങ്ങളൊന്ന് നോക്കൂ, ഞാൻ ഇറാൻ ആക്രമിക്കും, ഇറാൻ പ്രശ്നം ഉണ്ടാക്കുമെന്നൊക്കെ പറയുന്നു. അത് നിങ്ങളാരും പറയുന്നു ഇറാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്നും പറഞ്ഞ ഒരാൾ ഇന്നലെ രാജിവെച്ചില്ലേ? അയാളുടെ കുറേ ട്വീറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ മഹാരസമാണ്. അത് ഇന്നലത്തെ ലൈവിൽ ആരാണ്ട് പറയുണ്ടായി, ഒരാൾ ഈ ആൻറ്റി ടെററിസം സ്ക്വാഡിൻ്റെ മേധാവി രാജിവെച്ചു. അയാളുടെ 2 മാസം മുമ്പ് വരെയുള്ള ട്വീറ്റുകൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഇറാനെ അടിക്കണം, ഇറാൻ വലിയ പ്രശ്നമാണ്, ഇറാൻ്റെ കണക്ക് പ്രശ്നം വേറെ ഒന്നുമില്ല. 2 മാസം കഴിഞ്ഞിട്ട് യുദ്ധമൊക്കെ കൊഴുത്തപ്പോൾ ഒരു ടക്കർ കാൾസൺ മോഡലിലേക്ക് പുള്ളി അങ്ങ് മാറുന്നു. ടക്കർ കാൾസൺ ഖത്തറിൽ വളരെ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ്. ആ പുള്ളി പറയാണ്, ഇത് എൻ്റെ മനസ്സാക്ഷിക്ക് ചേരുന്നല്ല, അതുകൊണ്ട് ഞാൻ പോകും. അപ്പോൾ ഇന്നലത്തെ എക്സിൽ പുള്ളിയെ നിർത്തിപ്പൊരിക്കായിരുന്നു ആളുകൾ. കാരണം എന്ന് വെച്ചാൽ പുള്ളിയുടെ ട്വീറ്റുകൾ മൊത്തം എടുത്ത് പുള്ളിയുടെ മണ്ടയ്ക്കോട്ടിട്ടു. മൊത്തം ഇറാനെതിരെയുള്ളതാണ്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ പുള്ളിക്ക് തലയിൽ തേങ്ങ വീണതുപോലെ ഇറാൻ ലോകത്തിനൊരു ഭീഷണി അല്ല എന്ന് മനസ്സിലായി എന്നാണ്.